എത്രയുണ്ട്? 9 അടി. സാറേ 9 അടി. മൈദിലേ ആ സിമന്റ് വേഗം കുഴച്ചു കൊടുക്ക്. ഓ മൈദിയുടെ കുഴക്കഞ്ഞാളെ പൊടി കുറെ നാളെ താൻ എന്റെ കുഴയ്ക്ക് പിന്നാലെ നടക്കുന്നു. സാർ ഇവിടെ നിൽക്കുന്നില്ല, ഈ തന്നെയാണല്ലോ. ഇവിടെ പറഞ്ഞാണ് താഴത്ത് പിടിക്കടാ. എന്താ പെണ്ണെ ആകാശത്ത് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? മനുഷ്യനെ ഇപ്പൊ കൊല്ലായിരുന്നല്ലോ. സോറി. എന്താ സോറി? ഈ സ്കൂട്ടർ ആരുടെ നെഞ്ചത്തല്ലോ ഇരുന്ന്? ആ ഹാൻഡിൽ പിടിച്ചു പോക്ക്. രാവിലെ ഇറങ്ങിക്കോളും കെട്ടി ഒരുങ്ങി. മൈൻഡ് യുവർ വേർഡ്സ്. തന്റെ ഭാഷ കുറച്ച് മര്യാദക്കാക്കണം. അല്ല കുട്ടികളോ ഭാഷ പഠിപ്പിക്കാൻ വലിയ ഭാഷ കൊള്ളാലോ ഈ പെങ്കൊച്ച്. ശരിയല്ലേ? നിങ്ങൾ പോയി പണി നോക്ക്. എന്റെ സൈഡിലെ കാർ ഓടിച്ച് തോന്നിയ ദിവസം കാണിച്ച പോരാ ഇനി എന്റെ ഭാഷയെ ശരിയാക്കണമെന്ന്. പെണ്ണായി പോയ നിന്റെ ഭാഗ്യം. ഇതെന്താ ബക്സേറ്റോ അതോ ഗുണ്ടക്കാമ്പോ? ഡാഡി. ഡാഡി ഇങ്ങനൊരു സാധനം കൂടി ഉണ്ട്. ഹരി, ഇതാണ് എന്റെ ഇളയ മകൾ കാവ്യ. ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുക. വെരി ഗുഡ്. പക്ഷെ ഡ്രൈവിംഗ് പഠിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും അല്ലേ സാർ? സോറി സാർ, എനിക്കൊരു ഇടം വരെ പോണായിരുന്നു. ഓ മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ ഹലോ ഹരി, ഈ ലോഡാക്കി വിറ്റേക്ക് ഒരു കാർ വാങ്ങണോ? സാറ് സെക്കൻഡ് ഹാൻഡ് പേര് മാത്രമേ ഉള്ളൂ, വണ്ടി പുതിയ തന്നെ ആയിരിക്കാം. പക്ഷെ എനിക്കിത് വാങ്ങാൻ നിവൃത്തിയില്ല സുഹൃത്ത്. എന്നാൽ ആദ്യം കാണിച്ചു നോക്കിയാലോ? ഡോക്ടർ എബ്രഹാമിന്റെ കാറ് അദ്ദേഹം മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒരു 1.80 തരാം. അത്രയും ബഡ്ജറ്റ് ഞങ്ങൾക്കില്ല. അതൊന്നും പ്രശ്നമാക്കണ്ടെന്നേ, ഞങ്ങൾ തന്നെ വണ്ടിക്ക് ലോൺ ശരിയാക്കുന്നുണ്ട്. 12% പലിശയുള്ളൂ. ലോൺ ഞാൻ തന്നെ അടച്ചു തീർക്കണ്ടേ? അതാകുമ്പോ ഒരു ഗമയുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, അത് ഇയാൾക്ക് കൊടുത്തേക്ക്. അല്പം ഗമ എഴുന്നോട്ടെ. സാറിന് ഇത് വേണമെങ്കിൽ 0% പലിശക്ക് തന്നേക്കാം. 12 തവണകളായി കാശടച്ചാൽ മതി. സംഭവം പരമ രഹസ്യമായിരിക്കണം. ഒരു 10,000 രൂപ കൂടി ഞാൻ കുറച്ചു തരാം. ഒന്നിങ്ങന്മാരെ, ഈ വണ്ടിയാണെങ്കിൽ വേറൊരു ഗുണമുണ്ട്. 3-4 പാക്കറ്റ് സിമെന്റോ 10-12 ചട്ടി മണലോ 5-8 തൊഴിലാളികളെയോ ഒരു സൈറ്റിൽ നിന്ന് മറ്റേ സൈറ്റിലേക്ക് അൺലോഡ് ചെയ്യാം. ഏ വിനോദ്, സാറിന്റെ പേപ്പറെല്ലാം ശരിയാക്കി കൊടുക്ക്. എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? നീ ഒന്ന് തുപ്പിയേ. തുപ്പാൻ എന്റെ മുഖത്തല്ല, താലത്തില്. എനിക്ക് വയ്യ. അസൂയക്കാരുടെ കണ്ണ് കിട്ടാതിരിക്കാനാണ്. അസൂയക്കാരുടെ കണ്ണും. അമ്മേ ഭഗവതി, ഇപ്പൊ ഒരു മുട്ടൻ കാറ് വാങ്ങിക്കുക, ചെറിയ ചെറിയ വർക്ക് എടുത്തിരുന്ന കോൺട്രാക്ട് കയറിയിടുമ്പോൾ ഇപ്പൊ ലക്ഷങ്ങളുടെ കരാർ ഒപ്പിടുക, അപ്പൊ കണ്ണു വയ്ക്കും. ശരിയാ മോനെ, നന്നാവുന്നത് കാണുമ്പോ കണ്ണുകടി ഉള്ളവരാ കൂടുതൽ. ഇനിയിപ്പോ പത്മാവതി അമ്മയ്ക്ക് സ്വന്തം കാറി ഞെളിഞ്ഞിരുന്ന് അമ്പലത്തിലൊക്കെ പോവാലോ. എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല മോൾ. നിന്റെ കല്യാണത്തിന് മുമ്പ് ഇതൊന്ന് മേലോട്ട് ഉയർന്ന് ഈ വീട്ടിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടണമെന്ന ആഗ്രഹമേ ഉള്ളൂ. അതിന് ഈ കാർ വാങ്ങിയൊന്നും തടസ്സമാവില്ല. അമ്മയ്ക്കറിയോ, ബിസിനസിന്റെ ആവശ്യത്തിന് ഇന്നൊരു കാർ അത്യാവശ്യമാണ്. ആയിക്കോട്ടെ, ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. മോൻ ഓർമ്മയില്ലേ പണ്ട് അച്ഛൻ ഇതുപോലൊരു തറ കെട്ടിയത്? പല തടസ്സങ്ങളായിട്ട് അത് മേലോട്ട് ഉയർന്നില്ല. അവസാനം ആ തറയടക്കം പറമ്പും വിറ്റ് കടവും വീട്ടി നാടും വിട്ടാ നമ്മൾ ഇവിടെ വന്നത്. അന്ന് തുടങ്ങിയതാ ഈ വാടക വീട്ടിലെ വാസം.
2-3 ദിവസത്തിനകം നമ്മുടെ വീടിന്റെ പണി വീണ്ടും തുടങ്ങും. പണിക്കാരെ എല്ലാ സത്യവാന സാറിന്റെ വീട് പണിക്ക് നിർത്തിയിരിക്കുക. ഇവളുടെ കല്യാണത്തിനൊപ്പം മോന്റെയും കൂടെ നടന്നിരുന്നെങ്കിൽ. സമയാവട്ടെ, നോക്കാം. ഹേ, നിനക്കൊക്കെ നാണുകളുടെ ഈ പാട്ടക്കാരിക്ക് തല്ല് മേടിക്കാൻ. ഒരു പഴഞ്ച് കാർ വാങ്ങിന്ന് പറഞ്ഞ അയാളുടെ ഒരു ഗമ ഇത് ഒരിക്കലും വേണ്ടാത്തല്ലേ, വെറുതെ കിട്ടിയതായിരിക്കും. വാടാ നമുക്ക് പോവാം. അടി കിട്ടുന്നെങ്കിൽ വല്ല ബെൻസിലോ ടൊയോട്ടയിലും കയറിട്ടാവണം. അതൊക്കെ ഇടിച്ച് കത്താൻ ഒരു അന്തസ്സാ. അയ്യോ വേണ്ട മോനെ, ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിയാ ചേട്ടൻ ഇന്നലെ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. വേണ്ട, ചേട്ടൻ തോറ്റു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ ദേഹത്ത് തൊട്ട് കളിക്കരുത്. സമ്മതിച്ചു. ഈ വിവരമില്ലാത്ത ചേട്ടനോട് വിവരമുള്ള നിങ്ങൾ ക്ഷമി. വാടാ, ട്യൂഷൻ തുടങ്ങാൻ നേരായി. ആ എന്നാ വേഗം ചെല്ല്. പിള്ളേരായാലേ പഠിക്കാൻ ഇങ്ങനെ ശുഷ്കാന്തി വേണം. ചേട്ടാ അത് പിള്ളേരാകുമ്പോ പോരെ ചേട്ടാ, ഞങ്ങൾക്കാർക്കും പിള്ളേരില്ലല്ലോ ചേട്ടാ. മക്കളെ, ഇതിനെ കൂടെ എടുത്തോണ്ട് പോടാ. വണ്ടി കോൺട്രാക്ടർ സാറേ, ഞങ്ങള് സഹായിക്കണോ? ഇരുമാനക്കാണെങ്കിൽ ഈ വണ്ടി ഞങ്ങൾ എടുത്തോളാം. മക്കളെ, എന്താ വണ്ടി ചത്തുപോയോ? ഒന്ന് സഹായിക്കടാ. ഞങ്ങൾ ഈ പേടകത്തിലൊന്ന് കേറിയപ്പോ എന്തായിരുന്നു തന്റെ ഗമ? അതൊന്നും ഇതുവരെ മറന്നില്ലേ? ശരി, ഈ ഫ്രണ്ട് നീഡ്സ് ഫ്രണ്ട് നീഡ്ന്നാണല്ലോ. വാടാ തള്ളിക്കോ. തള്ള തള്ള തല്ലിപ്പൊളി വണ്ടി, തള്ള 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 തല്ലിപ്പൊളി വണ്ടി, തള്ള 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 തല്ലിപ്പൊളി. ഇമാതിരി പാട്ടൊന്നും വേണ്ട. ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച നല്ല 1-ാം തരം വണ്ടിയാ. എന്നാ വേണ്ട, നമുക്ക് ഈ പന്ന വണ്ടി തള്ളണ്ട. നമുക്ക് ചതിക്കല്ലേ ചതിക്കല്ലേ ചതിക്കല്ലേ. നിർബന്ധമാണെങ്കിൽ പാടിക്കോ, എന്നാ വേണമെങ്കിലും പാടിക്കോ. പാടിക്കോ. കിലുക്കം കലപ്പിലകളിൽ ഒരുക്കം പറക്കാൻ വാ, മധുരമയ വിറക്കാൻ വാ, ചിരിമഴയുടെ മുഴക്കം മണിക്കിനാവിന് വസന്തം ചിറകണിയാൻ വാ, ശകടമിതിലണയാൻ വാ. ഇറക്കമോ ഇത് കയറ്റമോ, ഇറക്കമോ കയറ്റമോ കാറ്റേ, കാണാച്ചെരുവില്ലെങ്ങോ ചിലക്കണ ചങ്ങാതി, ആണിൻ ഭാഗ്യം ഇങ്ങനെ പൂവണിഞ്ഞത് കണ്ടോ നീ? പടകൂട്ടും കൂട്ടങ്ങൾ ആരെ കുഴലൂതി തേടുന്നു, ഏടാകൂടങ്ങൾ മാറുന്നു, എല്ലാം ജോറായി തീരുന്നു. ആനെ കുളിരണിയുന്നു മനതാരിലെ തീരങ്ങൾ, ചാരെ നടവഴികളിൽ തുടികൊട്ടി മേളങ്ങൾ. ആനെ കുളിരണിയുന്നു മനതാരിലെ തീരങ്ങൾ, ചാരെ നടവഴികളിൽ തുടികൊട്ടി മേളങ്ങൾ. ആകെ ഉല്ലാസം എല്ലും നേരത്തേക്കെല്ലാവർക്കും മാറാട്ട.
കൊള്ളുമ്പോൾ ആരാരോ ഉന്നം തിന്നാതെ ആടുന്നു പായും റോക്കറ്റിലേറുമ്പോ പാവം മോഹങ്ങൾ പൂക്കുന്നു കാലം ശനിദശയുടെ മാലെല്ലാം നീക്കുന്നു മീനം രാശിയിലെ ശുക്രൻ കല കാട്ടുന്നു കാലം ശനിദശയുടെ മാലെല്ലാം നീക്കുന്നു മീനം രാശിയിലെ ശുക്രൻ കല കാട്ടുന്നു മണ്ണും വിണ്ണായി തപ്പുതുടിയോടെ ആനന്ദ ചാന്താട്ട് കിലുക്കും കലപ്പിലകളിലൊരുക്കും പറക്കാൻ വാ മധുരമയമിറക്കാൻ വാ ചിരിമലയുടെ മുഴക്കും മണിക്കിനാവിന് വസന്തം ചിറകണിയാൻ വാ ശകടമിതിലണയാൻ വാ ഇറക്കമോ ഇത് കയറ്റമോ ഇറക്കമോ കയറ്റമോ പുത്താരത്താറ്റേ കണ്ണച്ചെരുവിലങ്ങോ ചിലക്കണ ചങ്ങാതി ആണിൻ ഭാഗ്യം ഇങ്ങനെ പൂ